ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ലോങ് വീഡിയോസിലൂടെ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കുറച്ച് പേർക്കെങ്കിലൊക്കെ എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ വിചാരിക്കാനാണ് കേട്ടോ എനിക്ക് താല്പര്യം. അപ്പം ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം പുതിയതായിട്ട് ലോങ് വീഡിയോസും കൂടി ചേർത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം വലിയ കണ്ടന്റ് ഒന്നുമില്ല. ഞാൻ ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് അത്ര മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഇതൊരു കണ്ടന്റ് ആക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട് എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ചെറിയൊരു കുഞ്ഞു ഊണ് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും വാ. ഇത് രാവിലെ കുട്ടിൻ്റെ കൂടെ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് തോരനാണ്. ഗ്രീൻ പീസ് തോരനൊന്നും പറയാൻ പറ്റില്ല, വരട്ടിട്ടുള്ളൊരു സംഭവം. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. കുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചു. എൻ്റെ തന്നെ പ്രിപ്പറേഷനാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ആരും വേറെ ഉണ്ടാക്കി തരാനൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കും. അതാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ മീൻ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ ഈ ഗ്രീൻ പീസ് തോരനും, ഇതാണ് നമ്മളൊന്ന് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല, നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻ കറി മീൻ പൊരിച്ചത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ പീസിന്റെ ഈ ഒരു എന്താ പറയാ ഫ്രൈന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്താ പറയാ എല്ലാം തന്നെ കൂടെ ആണെങ്കിലും ഞാൻ കഴിക്കും. രാവിലെയുള്ള ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും ഇനി ഉപ്പുമാവാണെങ്കിലും ചോറാണെങ്കിലും അതിൻ്റെയൊക്കെ കൂടെ ഞാൻ അത് കഴിക്കാറുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. എനിക്ക് ഈ മീൻ കറി വെച്ചതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ അതിന്റെ കറി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പീസ് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എനിക്ക് പൊരിച്ചതിനോടാണ് താല്പര്യം. പൊരിച്ച മീനും ചോറും. ശരിക്കും നല്ല ടേസ്റ്റാണല്ലോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ രാവിലെ ആണെങ്കിൽ ഉച്ചക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എപ്പോഴും നന്നായിട്ട് ഫുഡ് വേണം. രാവിലെ ഇല്ലെങ്കിൽ നല്ല ചായക്കടിയൊക്കെ ആയിട്ട് വേണം. ഉച്ചയ്ക്ക് നല്ല ചോറ് ആയിട്ട് വേണം. രാവിലെ ഞാൻ വലിയ നിർബന്ധമൊന്നുമില്ല, കുറച്ചെന്തെങ്കിലും. മീനിന്റെ കൂടെ ഇട്ട് പൊരിച്ച മുളകാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ മീനൊക്കെ പൊരിക്കാൻ എടുക്കുമ്പം അതിൽ മസാല തേക്കുമ്പം മുളക് ഇങ്ങനെ ചീന്തിയിട്ട് അതിൽ മസാല തേച്ച് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിക്കൻ പൊരിക്കുമ്പോഴും പിന്നെ മീൻ പൊരിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്.
കാരണം എനിക്ക് കുറച്ച് ഓവറായിട്ട് സ്പൈസി ആയിരിക്കണം ഫുഡ്. എരിവില്ലാത്ത ഫുഡ് എനിക്ക് കഴിക്കാനും ചിന്തിക്കാൻ പോലും പറ്റില്ല, ഞാൻ കഴിക്കില്ല. അത്യാവശ്യം എരിവൊക്കെ വേണം ഫുഡിന്. ഇവിടെ ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്നലെ ഇടിയൊക്കെ മണിയും മഴയായിരുന്നു. ഇന്ന് നല്ലോണം മൂടിയിട്ടുണ്ട് മഴ. ഇന്നലെ എഫക്റ്റാണ്. ഇതിപ്പോ കണ്ടന്റ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് വീഡിയോ ഇത്രയുള്ളൂ. മീന് തേങ്ങ അരച്ച ഞാൻ മീൻ കറി വയ്ക്കാറില്ല കേട്ടോ. മുളകിട്ട് മാത്രമേ കറി വയ്ക്കുള്ളൂ. തേങ്ങ അരച്ച മീൻ കറി എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ തമിഴ്നാട്ടിലുള്ളവരും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച മീൻ കറി. ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച മീൻ കറി. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആക്ച്വലി പുട്ടുണ്ടാക്കും പോലും അതിൽ പോയി തേങ്ങ ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ കഴിക്കില്ല അതൊന്നും. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പീസ് കറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്ന് റൈസ് ചെയ്ത് നോക്കണം. ഞാൻ ഫ്രൈ ആയിട്ട് ഒരു തോരൻ പോലെ വെച്ച് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ആക്ച്വലി.
ടേസ്റ്റിൽ നല്ല എരിവുണ്ട്. സോള് കഴിഞ്ഞിരിക്കാം. നല്ല എരിവുണ്ട്, അടിപൊളി എരിവുണ്ട്. ഗ്ലാസ് ഒഴിച്ചൊഴിച്ചില്ലായിരുന്നു വെള്ളം. അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഉച്ചയോണിതായിരുന്നു. അപ്പം വലിയ സംഭവമായിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കിത് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞങ്ങൾ മിക്കവാറും വെജിറ്റബിളിൽ തന്നെ ആയിരിക്കും കറി ഉണ്ടാവുക. ഒഴിയാതെ ഉണ്ടാവുന്ന സാമ്പാറുണ്ടാവും, ഗ്രീൻ പീസ് തോരൻ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്കിത് സ്പെഷ്യലാണ്. മീൻ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, പൊരിച്ചതുണ്ടായിരുന്നു. ഞങ്ങൾക്കിത് വളരെ വളരെ സ്പെഷ്യൽ തന്നെയാണ്. കാണുന്നവർക്ക് ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു ഫുഡ് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് നിന്നും മീനൊന്നും കിട്ടാറില്ല, മീനൊന്നും വാങ്ങാറില്ല. തീ പിടിച്ച കറിയാണ് മീൻ. അപ്പൊ നമ്മൾ കഴിയിൽ നിന്ന് മാത്രമേ വാങ്ങാറുള്ളൂ. ഓൾറെഡി എനിക്ക് ജലദോഷമാണ്. എരിവുള്ളതും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരുടെ മൂക്കുന്നൊക്കെ വരുന്നു. അപ്പൊ എന്താ പറയാ, ഈ ഗ്രീൻ പീസ് തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗ്രീൻ പീസ് കറി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പുട്ടി ഗ്രീൻ പീസ് കറി, അല്ലെങ്കിൽ അപ്പം ഗ്രീൻ പീസ് കറി, അങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തോരൻ വെച്ച് നിങ്ങൾ കഴിച്ചു നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് അടുക്കളെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് കേട്ടോ. എനിക്ക് പാത്രങ്ങളൊന്നും അങ്ങനെ ഫുഡ് കഴിച്ചാൽ മാത്രം അങ്ങനൊന്നും ഇവിടെ ഇരിക്കണമെന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനി അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു ജ്യൂസ് പരിപാടിയിലേക്കാണ് കേട്ടോ. അതായത് രാവിലെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ നമ്മൾ 2-3 ദിവസം മുമ്പ് കടയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പൈനാപ്പിളായിരുന്നു. കുറച്ച് പഴുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നു. ഇന്നത് പഴുത്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സജഷനാണ് ജ്യൂസിൽ കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കടിച്ച് തിന്നാനുള്ള ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ണങ്ങളും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ പണി പാളിയത്. ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വന്നപ്പോൾ ആ കഷ്ണങ്ങൾ തെറിച്ച് ചാടുന്നു പുറത്തേക്ക്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ പിന്നെന്താണ് സ്പൂണും കൊണ്ട് ഇങ്ങനെ കയ്യിലും കൊണ്ട് കോരി ഒഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 3 പേര്, ഞാനും ഹസ്ബൻഡും മോളും, നമ്മൾ 3 ആണ് വീട്ടിലുള്ളത്. അപ്പം നമുക്ക് 3 പേർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ഗ്ലാസ്സിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കഷ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോരി കോരി ഒഴിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ ഈ ക്യാമറ ആംഗിളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കലാവിരുതാണ്. ഭയങ്കരമായിട്ട് ക്യാമറ ആംഗിളിലൂടെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടലാണത്. ക്യാമറ മൂവ്മെൻറ്റ് വേണം, എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ക്യാമറേൻ്റെ മൂവ്മെൻറ്റ് പ്രധാനം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ഗ്ലാസ്സിലായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും, നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഐസ്ക്രീമും കൂടി എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ ഈ അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു 5 രൂപേൻ്റെ ചെറിയ റൗണ്ടിലിരിക്കുന്ന അതാണ്. അതും കൂടി നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സെറ്റായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ട് ജ്യൂസൊക്കെ ആകുമ്പോൾ കുറച്ച് ഐസ്ക്രീമൊക്കെ മുകളിലുള്ളത് നല്ലതാണല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കടയിൽ നിന്ന് നമുക്ക് സെർവ് ചെയ്തൊക്കെ കിട്ടാറുള്ളത്. ആ ഒരു പ്രതീതി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കും മോക്കൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഹസ്ബൻഡിന് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആ ഒരു ജ്യൂസിലേക്ക്, പൈനാപ്പിൾ ജ്യൂസിലേക്ക് ഈ ഒരു ഐസ്ക്രീം സെറ്റായില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ആയിരുന്നു. ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാകത്തിന് പഴുത്തിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പൈനാപ്പിൾ ജ്യൂസിന്. പിന്നെ എനിക്കിഷ്ടം പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ്. ഏത് ജ്യൂസിന് എടുത്താലും, ഏത് ഹോട്ടലിൽ പോയാലും, എവിടെ പോയാലും ഞാൻ ചോദിക്കാറുള്ള ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാണ്. കാരണം അതാകുമ്പോൾ കുറച്ച് കട്ടിയും എന്താ പറയുക, നമുക്കൊന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീല് കിട്ടും. എന്തോ ഒരു ഗ്ലാസ് നമ്മൾ കുടിച്ചല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് മോക്കാണ് കേട്ടോ. മോള് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഹറി ബറിയിലായിരുന്നു അവൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ശനി ഞായർ മാത്രമൊക്കെയാണ് അവളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ രാത്രി മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ. അപ്പം ഏകദേശം നല്ല രീതിയിൽ ഞാനിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം വെക്കേഷനാണല്ലോ, കുട്ടി കഴിക്കട്ടെ വെച്ചിട്ട്. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്തു. ഹസ്ബൻഡിനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കുടിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡായിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ല അടിപൊളി ചൂടാണ് ഇവിടെ, ഭയങ്കര ചൂട്. ആ ചൂടത്ത് നല്ല തണുത്തൊരു ജ്യൂസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുളിർമുള്ള സുഖമാണ്. അപ്പം ആ ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാവരും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടാവും. കാരണം എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. ഇന്നലെ ഇവിടെ ഇടി മുഴങ്ങി നല്ല തകർപ്പൻ മഴ പെയ്തതാണ്. പക്ഷേ ഇന്ന് ഭയങ്കര ചൂടാണ്. ഇന്നലെ മഴ പെയ്ത സ്ഥലമാണെന്ന് പറയുമില്ല, അതുപോലത്തെ ചൂടാണ്. എന്തായാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.